രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. കോൺഗ്രസ് പ്രേമികൾ, രാഹുൽ മാങ്കൂട്ടം ഫാൻസ്, രാഹുൽ മാങ്കൂട്ടം PR വർക്കേഴ്സ്, നിങ്ങൾ ആരും ഈ വീഡിയോ കാണണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് കോൺഗ്രസ് നേതാക്കന്മാരോട്, നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരോട് ഒക്കെ ചോദിക്കാൻ പോവുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരട്ട പേര് പാർട്ടി സർക്കിളിൽ തന്നെ എന്താ? കോഴി എന്നല്ലേ? കോഴി രാഹുൽ. ഇതാണ്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വരെ വേണ്ട. കോഴി രാഹുൽ. പിന്നെ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൾക്ക് തന്നെ പച്ച വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ് ഇവന്റെ ആക്ടിവിറ്റീസ്. ഈ ഒരു പെൺകുട്ടി ഇപ്പൊ കേസ് കൊടുത്തു. പെൺകുട്ടികൾ കേസ് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പ്രായം, പ്രൊഫഷൻ, അങ്ങനെ പല സാധനങ്ങളും, ഇവൻ P വെച്ച് തുടങ്ങുന്ന കേസ് വരെ ഇവന്റെ പേരിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാ നേതാക്കന്മാർക്കും, കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം, BJP നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്കും അറിയാം, മീഡിയക്കാർക്കും അറിയാം. നാട്ടുകാർ കുറച്ച് പേര് ഈ PR വർക്കിലും ഈ PR സ്റ്റണ്ടിലും പിന്നെ ഈ പറഞ്ഞ അടിമ കോൺസെപ്റ്റിൽ നിൽക്കുന്ന കുറേ രാഷ്ട്രീയം തലക്കി പിടിച്ച ആളുകൾക്കൊക്കെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം അയ്യോ പെടുത്തിയതാണോ പെട്ടതാണോ അങ്ങനത്തെ സ്കീമിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഇവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ആരും പുറത്തു പറയാത്ത എന്താണെന്നറിയോ? ഇതേപോലെ കേസ് കൊടുക്കാൻ ആളില്ല. ഒന്ന്, കേസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അറിയോ, പ്രമുഖ നേതാക്കന്മാരെ വീട് വരെ എത്തും കാര്യങ്ങൾ. അതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല. പിന്നെ ഇവൻ്റെ കയ്യിൽ അത്യാവശ്യം എല്ലാവർക്കും ഉള്ളൊരു ഡോസ് ഇവൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവൻ്റെ ഒപ്പം തോളത്ത് കൈയിട്ട് നടക്കുന്ന ആളുടെ അടക്കം ഡോസുകൾ ഇവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവൻ ആരും പോയിട്ട് തൊടില്ല. ഒരു VD സതീശൻ ചിലപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പറയും. ഒരു VD സതീശൻ ഉള്ളത് കൊണ്ട്, അയാളെടുത്ത തീരുമാനം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു തട്ടുകേടില്ലാതെ ഈ വിഷയം സൈഡായി പോണ്, അത്രേ പറയാൻ പറ്റൂ. ഓക്കെ. ഇനി ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ ആ ലേഡിയുടെ ഒരു വോയിസ് ഇന്നലെയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. മനസ്സിലായി? ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു റിലേഷൻ, അതൊരു കൺസെൻറ്റിൻ്റെ മുകളിലുള്ള റിലേഷൻ ആണ് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഒരാണും പെണ്ണും ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുന്നു. ആ റിലേഷൻഷിപ്പ് ഏതെങ്കിലും വഴിക്ക് ബ്രേക്ക് ആവുമ്പോൾ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു മൈൻഡ് മനസ്സിലാക്കി, ഇനി ഇല്ലെങ്കിൽ ഒരു ടൈം കൊടുത്ത് അവരെ ഉപദ്രവിക്കാതെ, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? മനസ്സിലായോ? അല്ലാതെ നമ്മുടെ മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് കഴിഞ്ഞോ എന്നാ പിന്നെ അടുത്തത്. ഈ സ്കീമിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള തിരിച്ചുള്ള റിയാക്ഷൻസ് വരും. അതാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ രാഹുൽ ഈശ്വർ, ഈ ചെങ്ങായിൻ്റെ മക്കളെ എജാതി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങി തിരിച്ചെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. പണ്ട് ആളൂർ വക്കീലും കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കൊലപാതകവും പീഡനവും നടത്താം കേരളത്തിൽ എന്നുള്ളൊരു വാക്ക് മാറ്റിയിട്ട് രാഹുൽ ഈശ്വറും കുറച്ച് സോഷ്യൽ മീഡിയ PRing ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ വേണേ വെളുപ്പിക്കുക എന്നുള്ള സ്കീമിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടീൻ്റെ കേസും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും തമ്മിൽ താൻ എങ്ങനെയാണ് രാഹുൽ ഈശ്വർ കമ്പയർ ചെയ്യുന്നത്? തനിക്ക് അതിനുള്ള നാവ് എങ്ങനെ പോകുന്നത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആയിരിക്കും ഉളുപ്പും നാണവും മാനവും ഉണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എങ്ങനെയാണ് ഇവൻ്റെ കേസ് ഉമ്മൻചാണ്ടി സാർ കേസുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റുന്നത്? അത് എങ്ങനെ നിങ്ങളെ കൊണ്ട് കേട്ടിരിക്കാൻ പറ്റുന്നത്? ആ കേസ് എന്താ? ഇവൻ്റെ കേസ് എന്താ? ഈ നാറ്റക്കുഴി, ഈ തീട്ടക്കുഴി കിടക്കുന്ന ഇവൻ്റെ കേസ് കൊണ്ടുപോയിട്ട് ആ നല്ല മനുഷ്യൻ്റെ ലൈഫിലുണ്ടായ ആ മനുഷ്യനെ ചതിച്ച ഒരു കേസുമായിട്ട് നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഇതൊക്കെ PR ആണെന്നും നല്ല PR പണി എടുക്കുന്ന ഒരുത്തനാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത് ഇത് കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? പിന്നെ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം, പുരുഷ കമ്മീഷൻ്റെ തലപ്പത്ത് വരണം. അതിന് ആണുങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം, ആണുങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ വേണം. പക്ഷെ രാഹുൽ ഈശ്വർ ഈ ഇരട്ടത്താപ്പ് പരിപാടി എടുക്കുന്ന പണിയല്ല വേണ്ടത് ഇതിനകത്ത്. ഈ രാഹുൽ ഈശ്വറിന് അടക്കം അറിയാം എന്താണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്. അറിഞ്ഞോണ്ട് വന്നിരുന്ന് ഈ പണിയുണ്ടല്ലോ. ഇന്നലെ ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടാൻ പാടില്ല, ഞാൻ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ വിളിച്ച് പറഞ്ഞത്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. ആദ്യം ആ പെൺകുട്ടി ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ആ പെൺകുട്ടിയുടെ അവസ്ഥ വേറൊരാളോട് പറയുന്നത്. അറിഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും പോവാം, ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം, ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു.
എനിക്കറിയില്ല, എനിക്കറിയത്തില്ല. ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ക് പൊട്ടിപ്പോവാതെ. എത്ര ദിവസം, ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും ഓക്കെയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, എന്റെ അവകാശമാണ് നിഷേധിച്ചത്. എന്റെ അവകാശമാണ് നിഷേധിച്ചത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുന്നതാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും. ഞാൻ എങ്ങനെ ചെയ്യും? പോയിക്കോളാൻ തന്നെ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ? നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂർ എത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇതാരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്? നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു ലേഡിക്ക് ഗർഭമലസിപ്പിക്കാനുള്ള ഗുളിക ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത് അത് അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് വീഡിയോ കോൾ വഴി ഉറപ്പ് വരുത്തി. എത്ര മൃഗീയമായിട്ടാണ്. ഇപ്പം നമ്മൾ സ്നേഹിച്ച ഒരാൾ, ആ ആളോട് ചെയ്യാൻ പറ്റുമോ നമുക്കിത്? അപ്പം ഇവൻ എന്താ പറയുക, ഇതൊരു കൈൻഡ് ഓഫ് മോഡസാണ്. ഈ മാങ്ങാണ്ടിക്ക് ഇതൊരു മോഡസാണ്. ഇവൻ്റെ പല റിലേഷൻഷിപ്പിലും പല കാര്യങ്ങളിലും ഇതൊരു മോഡസായിട്ട് എടുക്കണം. ഇത് എത്ര എവിഡൻ്റ് ആയിരുന്നു ഈ മോഡസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ. ഇപ്പം ഈ ലേഡി വന്ന് പറഞ്ഞതല്ലാതെ പലരും ഇപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. എന്ത്, എത്ര പേർക്ക് മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഫ്ലിങ്ങിന് വേണ്ടി വിളിക്കുന്ന ഈ പരിപാടിയൊന്നും അല്ലാതെ ഇവൻ എക്സ്ട്രീം ലെവലിൽ കടന്നുകൂടി ചെയ്ത പരിപാടികൾ ഒരുപാടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതാരും തുറന്നു പറയാൻ റെഡി അല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊക്കെ അറിയാലോ, ഇത് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സത്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ലേഡി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പരാതി നൽകി എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വാസം കൊണ്ടാണ്. ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളും ചോദിക്കേണ്ട മുഖ്യമന്ത്രി എന്താ കോടതിയാണോ, മുഖ്യമന്ത്രി എന്താ പോലീസ് സ്റ്റേഷനാണോ? അവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരിയെങ്കിലും ഒരാശ്വാസം കിട്ടും. ഇത് കേസായിട്ട് മുന്നോട്ട് പോയാൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾക്ക് അവർക്കൊരു നീതി ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയത്. മനസ്സിലായില്ലേ? പിന്നെ അത് പൊളിറ്റിക്കലി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രി ബാക്കി പാർട്ടി പരിപാടികൾ അങ്ങനെ പലതും പോകും. പക്ഷെ അവർക്ക് അറ്റ് ലാസ്റ്റ് ഈ സൈബർ ബുള്ളിയിങ്ങും ഇവൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷവും ഇവരോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇവൻ ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അടിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി ജയിച്ചില്ലേ? അത്രമാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ. ഇനി കമ്മിങ് ടു ദിസ് രാഹുൽ ഈശ്വർ, ചെങ്ങായി ഒരുമാതിരി ഭ്രാന്തന്മാരെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഈ ലേഡിയെ ഐഡൻറ്റിറ്റി പറയണ്ട, പേര് പറയണ്ട, ഒരു AI ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലേഡിയുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഊഹിക്കുക ഇത് ആ ലേഡിയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുറന്ന് വിട്ടിരിക്കുകയാണ്. വെട്ടുകിളി അക്രമം അതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഹുൽ ഈശ്വർ ഇട്ട 1-2 വീഡിയോ, ഈ ചങ്ങായി മീഡിയയിൽ പോയിട്ട് സംസാരിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഇതിൽ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രാഹുൽ ഫാൻസിന് ചിലപ്പോൾ ഇത് ദയിച്ചു എന്ന് വരില്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ രാഹുൽ ഈശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കും. ഞാനായിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ്.
നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം, ഈ പെൺകുട്ടിയല്ല, ഇതൊരു AI മോഡലാണ്, വെറുതെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിടരുത്. താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളിവിടരുത്. അത് നിയമവിരുദ്ധമാണ്. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡ് ആണ്. ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല. അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ്. മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹബന്ധം സ്ഥാപിക്കാനാകുക? യഥാർത്ഥത്തിൽ 1 വർഷത്തിന്റെ ഗ്യാപ്പിൽ 2 പുരുഷന്മാരുടെ ജീവിതം തകർത്ത വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2024-25 നടക്കുന്നത്. ഈ 1 വർഷത്തിന്റെ ഗ്യാപ്പിൽ 2 പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി. ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത്. ഇനി അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കംപ്ലൈന്റ് വരും, ഞാൻ നേരിട്ടോളാം. പിന്നെ ഇവിടെ ആ കുട്ടിയെ അതിജീവത എന്ന് പറഞ്ഞതിലേക്ക് എത്തിച്ചവനെതിരെ വരെ ഇവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും പുല്ലും നടക്കുന്നില്ല. പിന്നെ അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി തനിക്കെതിരെ കേസ് വന്നിട്ട് താൻ എന്നിട്ട് ഉണ്ടാക്കാൻ പോണത്. ഒരു ഇത്തിരിയെങ്കിലും മനുഷ്യന് ലൈഫിൽ ഒരു എത്തിക്സ് വേണം, മനസ്സിലായോ? ഈ ആളുടെ ഐഡന്റിറ്റി പുറത്ത്, എന്താ ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഐഡന്റിറ്റിയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് എൻ്റെ ഐഡന്റിറ്റിയാണ്, എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും മാത്രം, എൻ്റെ മുഖം മാത്രമാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. തനിക്ക് നിയമം അറിയുന്ന ഒരാളല്ലേ, ഇത്രത്തോളം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, തനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലേ? രാഹുൽ ഈശ്വറിൻ്റെ അജണ്ട മോട്ടീവ് എന്താണെന്നുള്ളത് എൻ്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. സ്വർണ്ണക്കൊള്ള ശബരിമല എത്തി തന്ത്രി വരെ എത്തി. അത് എന്തെങ്കിലും ഒരു തന്ത്രം കാട്ടി മൂടി വലിച്ച് തിരിച്ച് എങ്ങോട്ട് കൊണ്ടുവരണം? ഇപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തേക്ക് കൊണ്ടുവന്നിടണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കലുമായി അവിടെ ഈ ഫെമിനിസ്റ്റ് അടി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പുരുഷ കമ്മീഷൻ്റെ ഒരു സാധനം എടുത്ത് വെക്കലുമായി. ഇനി മറ്റേ എന്താ ദിലീപിൻ്റെ ഒപ്പം കൂടിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ ഈ സാധനവും പറഞ്ഞവിടെ ഇരിക്കും ചെയ്യാം, എല്ലാ ചാനലിലും കയറും ചെയ്യാം. എന്നാൽ ഇത് പറഞ്ഞ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യും ചെയ്യാം. എടോ, ഇത്രയൊക്കെ ലൈഫിൽ അനുഭവിച്ചൊരു ലേഡി താൻ തൻ്റെ അമ്മയോടോ തൻ്റെ ഭാര്യയോടോ പോയി ചോദിക്കും ഒരു നേരം. ഒരു ജീവൻ വയറ്റിനകത്തുനിന്ന് ആ ലേഡിയുടെ അനുവാദമില്ലാതെ ആ ലേഡിയെ പുഷ് ചെയ്ത് ആ ലേഡിയെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ലേഡി എത്തി നിൽക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താൻ വീട്ടിലുള്ളവരോട് പോയി ചോദിക്കും. ഇതാണ് എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്. താൻ വന്നിരുന്ന് ഈ കൊടുക്കുന്ന സൈബർ അറ്റാക്ക് ഉണ്ടല്ലോ, താൻ ഈ കമന്റ് ബോക്സ് നോക്ക്. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ എല്ലാ ചാനലിലും കയറി കമന്റ് ബോക്സ് നോക്ക്. പൊന്നാര രാഹുൽ ഈശ്വരെ, ഞാനും താനും കൂടി ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചോ? കമന്റ് ബോക്സ് ഫുള്ള് ഞാൻ ഭരിക്കുന്നത് തനിക്ക് കാണിച്ചു തരണോ? കാശ് കൊടുത്താൽ കമന്റ് ഇടാം. പിള്ളേരുണ്ടോ ഇവിടെ ഇട്ട് കൂട്ടും കമന്റ്. 1000 വേണോ, 10000 വേണോ, 2000 വേണോ? ബോട്ട് സർവർ ഉണ്ട് അടിച്ച് കയറ്റാൻ കമന്റിന്. തോന്നി കമന്റ് എഴുതിയിടും. കമന്റ് ബോക്സ് നോക്ക്. ആരെയാ പറ്റിക്കുന്നത്? ആരെ പറ്റിക്കാനാ ഈ നോക്കണേ? ഒരു ഇത്തിരിയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് നന്നായിട്ട് അറിയാം ഹൂ ഈസ് ദിസ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്, അവൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. വെളുപ്പിക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ബാക്കി ഓപ്പോസിറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇപ്പം താൻ പറഞ്ഞല്ലോ 1 വർഷം കൊണ്ട് 2 പേരെ ഇല്ലാതാക്കിയ സ്ത്രീ എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ അയാളുടെ പൊളിറ്റിക്കൽ പവർ, മസിൽ പവർ, മണി പവർ ഉപയോഗിച്ച് വശത്താക്കി പ്രേമം നടിച്ച് ആ ലേഡിക്ക് കല്യാണ വാഗ്ദാനം കൊടുത്ത് അവരെ ഗർഭിണി, എനിക്ക് നിന്നിൽ കുട്ടി വേണമെന്ന് പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് അവരെ ഈ രീതിയിൽ അബോർട്ട് ചെയ്ത് വിടുന്ന അവസ്ഥയിൽ കൊണ്ടുചെന്ന് അവരെ മാനസികവും ശാരീരികമായിട്ട് തകർത്ത ഒരുത്തൻ. ഇത് താനീ പറഞ്ഞു വെക്കുന്ന രീതി വെച്ചിട്ട് ഈ പെൺകുട്ടിയെ സൊസൈറ്റിയിൽ വേറൊരു പേര് വിളിപ്പിക്കാനാണ് താൻ ഈ എഴുതി ഈ തംബ്നെയിലിട്ട് വീഡിയോ ഇടുന്നതും തൻ്റെ ക്രിയേഷനും ഈ പറഞ്ഞുള്ള എന്താ പറയുക ഘോരഘോരമായുള്ള പ്രസംഗം താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതിലേക്ക് ഞാൻ വരാം. ഒരു ക്ലിപ്പും കൂടി ഉണ്ട്. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ്. മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും, അതായത് അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ വേഗാക്കി വെച്ചും ഒക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷമാണ് ഇവർ കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭഛിദ്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത്. ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ 2 പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ്. ഒന്ന്, ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ, ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ്. ആ പയ്യന്റെയും ജീവിതം തകർത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. താനാണോ പൊട്ടൻ?
അതോ രാഹുൽ ഈശ്വരനാണോ രാഹുൽ മാങ്കൂട്ടം, എല്ലാ രാഹുലാണുണ്ട്, ബോത്തർ മാത്തമാറ്റിക്സ്. ആരാ പൊട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ തുറന്നു പറച്ചിൽ വന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ വന്ന പരാതികൾ അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് കയറി അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചത്. മനസ്സിലായോ? ഒരു സിനിമാ നടി വന്നപ്പോൾ അയാൾക്കൊന്നും പറയാനില്ല. ഇപ്പം ഈ ലേഡി കേസ് കൊടുത്തു, ഈ ലേഡിയുടെ വിഷയങ്ങൾ വരുമ്പോഴും അയാൾക്കൊന്നും പറയാനില്ല. അതിൽ അറ്റ്ലീസ്റ്റ് ഇത് എൻ്റെ ഗർഭമല്ല, ഇല്ല ഇത് എൻ്റെ ഗർഭമാണ്, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. എടേ ഇപ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ സ്കീമിൽ ഈ ലേഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി അങ്ങനെ ആണ് തന്നെ വെച്ചോ, ആണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമായിട്ട് വന്നിട്ട് അവരൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് എന്നുള്ളത് എന്നെ മറച്ചു വെച്ചുകൊണ്ട്, എന്നെ പറ്റിച്ച്, എന്നെ പ്രണയത്തിലേക്ക് വലിച്ചിട്ട് എന്നിൽ നിന്നൊരു കുട്ടി വേണം എന്ന് പറഞ്ഞ് ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച് ചതിച്ചു എന്നുള്ളത് മൈക്കിൽ ഇങ്ങനെ നാട്ടുകാർ മുമ്പ് വിളിച്ചു പറയാൻ അത്ര എന്താ പറയുക അല്ലെങ്കിൽ എന്താ പറയുക, അതിലൊരു വിഷയമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് പറയാനുള്ള സൗണ്ട് ഉണ്ട്, വോയിസ് ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൗത്ത് പീസായിട്ട് രാഹുൽ ഈശ്വർ വന്നിരുന്ന് ഇത് ഇപ്പം പറയുന്നുണ്ട്. അതായത് ഇവരെ മാരിറ്റൽ സ്റ്റാറ്റസും ഇവിടെ ഒരു ഭർത്താവിനെ ചതിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ താനിത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വളച്ച് വിടുകയാണ്. ഇതെന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ വേറൊരു അന്യപുരുഷനുമായിട്ട് ബന്ധം വയ്ക്കുമ്പോൾ ആ സ്ത്രീയിലേക്ക് പോകുന്ന ഒരു പേരുണ്ട്. ശരിക്കും ഇത് അങ്ങനെയല്ല, ആ ആംഗിളിലല്ല നോക്കണ്ടേ. ഒരു സൊസൈറ്റിയിൽ ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവരിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന അവനെയാണ് ശരിക്കും വേറെ പേരിട്ട് വിളിക്കേണ്ടത്. അത് താൻ വളച്ചു തിരിച്ച് വിടല്ലേ, അതെങ്ങനെ വിടും? അപ്പൊ ഇതാണ് രാഹുൽ ഈശ്വറിന്റെ ഒരു തരം അജണ്ട ഉണ്ട് ഇതിനകത്ത്. രാഹുൽ ഈശ്വർ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു അജണ്ട. രാഹുൽ ഈശ്വറിന് എതിർപക്ഷം പറഞ്ഞും അല്ലെങ്കിൽ ഗാലറിക്കെതിരെ സംസാരിച്ചിട്ടൊക്കെ കയ്യടി നേടണം. ചില സമയത്ത് എന്താ അറിയോ, ഇതൊക്കെ കർമ്മ എന്നുള്ളൊരു സാധനം തിരിച്ചടിക്കും. ലൈഫിൽ പലവട്ടം രാഹുൽ ഈശ്വറിന് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പേഴ്സണൽ ലൈഫൊന്നും ആരും പറയണ്ട അല്ലെങ്കിൽ ആരും സംസാരിക്കേണ്ട എന്നുള്ള ടേംസ് ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇത് അടിച്ചിട്ടുണ്ട് രാഹുൽ ഈശ്വറിന് പലവട്ടം. അതിൽ നിന്ന് ഒന്നും രാഹുൽ ഈശ്വർ ഇതൊന്നും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കഷ്ടം തന്നെയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാറുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ദിലീപിൻ്റെ കേസ് വരെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് സൈഡാക്കുന്നുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇവരൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീയല്ലേ, അവനെയും ചതിച്ചില്ലേ, ഇയാളെയും ചതിച്ചില്ലേ. ഒരു MLA ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഈ ലേഡി എന്താണെന്നും ആരാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ലേഡിയുടെ വേറെ ബോട്ട്സ് കണ്ടുപിടിക്കാനൊക്കെ ഇത്ര പാടാണോ? ഇത്ര മണ്ടയാണോ നാട്ടുകാർ പിടിച്ച് MLA ആക്കിയത്? ഇത് നാട്ടുകാർക്കും കൂടി ഒരു ഇത് തോന്നണ്ടേ നമുക്ക്? അയ്യോ ഇത്ര പൊട്ടനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അയ്യോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര സിമ്പിളായിട്ടൊരു പെണ്ണിനെ പറ്റിക്കാൻ പറ്റൂ? കൊള്ളാം. ഇനി അടുത്തത്, രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വറിന് ഒരു സെക്കൻഡ്. അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ പെൺകുട്ടി 2024 ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കമില്ല. നന്നായി. അതെ, പ്രേക്ഷകർ കേൾക്കണേ. ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും? കല്യാണം കഴിച്ചൊരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു. ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത്. അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും? 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ, ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും? ആ യഥാർത്ഥത്തിൽ 2 വർഷത്തിന് ഈ 1 വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം 2 ചെറുപ്പക്കാരുടെ രാഹുൽ മാങ്കൂട്ടം ദ പുണ്യാളൻ ഒരു പുസ്തകം എഴുതിയേക്ക് രാഹുൽ ഈശ്വർ ഇരുന്നിട്ട്. എനിക്ക് അവരുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് അവിടെ ദൈവങ്ങളൊപ്പം വെച്ചിട്ട് ആരാധിക്കും മണിയടിച്ചിട്ട്. ഇതാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു കുട്ടി വേണം അവളിൽ നിന്നുള്ളത്. അവിടെ ഒരു കാമം മൂത്ത ഒരുത്തൻ്റെ ലിബിഡോ, മനസ്സിലായി? ഒരു ലിബിഡോ ആണത്. കുറച്ചൊക്കെ ഈ അനാട്ടമിയും സയൻസും ബയോളജിയൊക്കെ പഠിക്കണേ, മനസ്സിലായില്ലേ? ഒരു കാമം മൂത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ ലിബിഡോ ആണ്, ഓ എനിക്ക് അവളിൽ ഒരു കുട്ടി വേണം, വേറെ ഒന്നും ചിന്തിക്കൊന്നുമില്ല അവിടെ.
അന്യൻ്റെ ഭാര്യയാണ് എന്നോ അവരെ വലിച്ച് ഞാനൊരു റിലേഷനിൽ കൊണ്ടുവന്നതാണ് എന്നോ ഞാൻ പ്രേരിപ്പിച്ചു, അതൊന്നും ഉണ്ടാവില്ല അവിടെ. ലിബിഡോ മൂത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് സൈക്കോപാത്താണത്. കൈൻഡ് ഓഫ് ഒരു സൈക്കോപാത്തിൻ്റെ മൈൻഡാണത്. മനസ്സിലായില്ലേ? അതിരുന്ന് വെളുപ്പിക്കല്ലേ. താൻ അതിരുന്ന് വെളുപ്പിക്കുമ്പോൾ ഇനിയും ഈ ചെങ്ങാതി ഇയാളുടെ ലൈഫിൽ ബാക്കി വേറെ കുറേ പൊസിഷനിലേക്ക് ചെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആവുന്നൊരു സിറ്റുവേഷനിലൊക്കെ എത്തിയാൽ അതിന് പൊട്ടൻഷ്യൽ അയാൾക്ക് പൊളിറ്റിക്കൽ നോളേജ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാൾ പേഴ്സണൽ ലൈഫിൽ വൻ ദുരന്താവും. പിന്നെ ഇത് ഇപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്ടിഫൈ ചെയ്യണം ഇയാൾ ചെയ്ത പരിപാടികൾ. അതിന് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരാൾ കേസുമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ബാക്കി ചെയ്ത കാര്യങ്ങളും കൂടി താൻ അറ്റ്ലീസ്റ്റ് അയാളോട് സംസാരിക്കുന്നുണ്ട്, തനിക്ക് അയാളുടെ കണക്ഷൻ ഉണ്ടെന്ന് താൻ പറഞ്ഞു കൊടുക്കുക. ഇനിയെങ്കിലും ലൈഫിലൊന്ന് തിരുത്തി ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരോടൊക്കെ ചെയ്തതിന് ഒന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാപ്പ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോട് ചെയ്ത് വെച്ച കാര്യം അവർക്ക് അത് മതിയടേ. ഈ കേസ് കൊടുത്ത ലേഡിക്കൊക്കെ അത് മതി. അവരെ കണ്ടൊരു മാപ്പ്, അവരെ അർഹിക്കുന്ന രീതിയിൽ അവരൊരു മാപ്പ് പറഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്യും? ഈ വിഷയങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയൊരു ആരോപണം, ശാരീരികവും മാനസികവുമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു ലേഡി ഒരു സൈഡിൽ, ഇവരെ മുന്നിൽ കൂടി മറ്റും PR വർക്കും ചെയ്ത് അപ്പുറത്ത് 2 സിനിമാ നടിമാരെ തോളത്ത് കൂടി കൈയിട്ട് ഇങ്ങനെ പോവുക. സഹിക്കുമായിരിക്കെങ്കിലും പിന്നെന്താ ധൈര്യം എന്താ? രാഹുൽ ഈശ്വറിനെ പോലുള്ളവരുണ്ടല്ലോ വെളുപ്പിക്കാൻ. ഒരു മ്യൂച്വൽ ബന്ധത്തോടു കൂടിയാണ്, പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. 2 അഭിലാഷ് ഒരു വരി വിട്ടു. പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ് ഒരു വരി കൂടെ ഉണ്ടായിരുന്നു. ആ വരി എന്താ അറിയാമോ? നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ്. ഒരാണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ, 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ, ഫ്ലിങ് വേണമെന്നോ അല്ല. നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു, കുഞ്ഞ് വേണം, കുടുംബം വേണമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു സർ, മറ്റൊരു ഭർത്താവുണ്ട് സർ. എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും? എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി കല്യാണം കഴിച്ചു എന്ന വസ്തുത മറച്ചു വെച്ചല്ലേ ബന്ധം ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശബ്ദരേഖയിലുള്ളത്, മാന്യതയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശബ്ദരേഖയിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ന്യായമാണല്ലോ പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാന്യതയാണ്. ഇനി ഒരു കാര്യം കൂടെ, ആളാരാണെന്ന്, ഏത് ചാനലിലെ ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാലോ. ഇതൊന്നും പറയരുത് പ്ലീസ്. എന്തിനാണ് അറിയാത്ത ആളുകൾക്ക് രാഹുൽ ഈശ്വർ അവരെ എറിഞ്ഞു കൊടുക്കുന്നത്? രാഹുൽ, ഒന്നാമത്തെ കാര്യം, രാഹുൽ ഈശ്വർ കാണുന്ന സ്ഥലത്തും കിട്ടുന്ന സ്ഥലത്തൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 1, 2 ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ സ്ത്രീ വേറൊരാളുടെ ഭാര്യയല്ലേ, എങ്ങനെ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്? രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഗർഭിണിയാക്കണം എന്ന് പറയുമ്പോൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര സാധനമാണ് ഈ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എത്ര പേരോട് എന്നുള്ളത് തനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, താൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. തനിക്ക് ആ മോഡസ് അറിയാം, അയാളുടെ ഒരു വേ ഓഫ് അപ്രോച്ച് തനിക്ക് അറിയാം. പക്ഷെ താൻ പറയുന്നില്ല. അത് തന്നെ പണി. അടുത്തോ, കമ്മിങ് ടു യുവർ സെൽഫ്, ലൈക്ക് രാഹുൽ ഈശ്വർ മലയാളി ഹൗസ് പോയ സമയത്ത് താങ്കൾ എന്താ ചെയ്തത്? അപ്പം എനിക്കിതിൽ സദാചാരം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഒരു സദാചാര ആംഗിൾ ഞാൻ അങ്ങനെയൊന്നും നോക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ താൻ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നോടൊരു ചോദ്യം ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ് ഇൻ മലയാളി ഹൗസ്? താൻ കല്യാണം കഴിഞ്ഞ് ലൈഫുള്ള ഒരാളായിരുന്നില്ലേ എന്ന്? സോ മനുഷ്യൻ്റെ ചില ആളുകൾ ചില സിറ്റുവേഷനിൽ കല്യാണം കഴിഞ്ഞതൊന്നും നോക്കില്ല, ജീവിതമുണ്ടോയെന്നും നോക്കില്ല, ഭാര്യയുണ്ടോയെന്നും നോക്കില്ല, ഭർത്താവുണ്ടോയെന്നും നോക്കില്ല. അവർക്ക് ആ ടൈമിൽ അവരുടെ ലിബിഡോ, മനസ്സിലായ, അവരുടെ ആ ഒരു ലിബിഡോ അത് മാത്രമായിരിക്കും അവർക്ക്. അപ്പം രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാങ്ങാണ്ടീനെ വെളുപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തിരിയെങ്കിലും നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആളെ കൺസിഡർ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ബാക്കിൽ മാത്രം ഇല്ല, ഇത് അതിജീവതയുടെ പേര് പറയാൻ പാടില്ല, ഐഡൻറ്റിറ്റി പറയാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്നിട്ട് അപ്പുറത്ത് കൂടി പോയി മറ്റേ പരിപാടി എടുക്കുക. കൊള്ളാലോ പണി. എന്താണെങ്കിലും ഇവിടുന്നുമായിട്ട് നല്ല കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ ഇത്രയും ഒരു പവർ പൊസിഷനിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. പല നേതാക്കന്മാരെയും പല ഐറ്റങ്ങളും ഇവരുടെയൊക്കെ കയ്യിലൊക്കെ തമ്മിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഐറ്റങ്ങളൊന്നും തമ്മിലൊന്നിനും പറയാനും ചെയ്യാനും വരില്ല. മനസ്സിലായില്ലേ? ഇൻ്റെത് പറയാൻ അൻ്റെയും പറയും, എൻ്റെ പറഞ്ഞാൽ ആ സ്കീമാണ്. പിന്നെ കാശ്, വയനാടൊക്കെ സംഭവിച്ചാൽ അറിയാലോ. ഇതുവരെയായിട്ട് വയനാട് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ, യൂത്തിൻ്റെ കാര്യത്തിലൊന്നും രാഹുൽ മാങ്കൂട്ടം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കേസ് വന്നാലടക്കം
കാശ് നാട്ടുകാരുടെ കയ്യിൽ കാണുമല്ലോ, അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ ഇന്ന് ആലോചിക്കും, പൊതുപ്രവർത്തനമായിട്ട് MLA ആയിട്ട്, ഇപ്പം MLA ആയിട്ട് എത്ര കാലമായി, ഇതിന് മുന്നേ പൊതുപ്രവർത്തനമായിട്ട് നടന്ന സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, വരുമാനം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു, കാറ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങളും. എന്നാലും കുടുംബത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കിയിട്ട് അങ്ങോട്ട് നന്മവരാവും, അല്ലെങ്കിൽ അത്ര പുണ്യാളാണോ അറിയാൻ പാടില്ല. എന്താണെങ്കിലും പല കാര്യങ്ങളിലും അങ്ങനെ ആ ആംഗിൾ ചിന്തിച്ചാലും പലതും കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ പലരും പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഇതൊരു കുട്ടിയല്ല സാർ, അല്ലെങ്കിൽ ഒരാളോടല്ല സാർ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്. ഇതിന് വേറെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. ഇത് എന്തുകൊണ്ട് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടകം, ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം എനിക്ക് അയാളുടെ രാഷ്ട്രീയം ഇഷ്ടമല്ല. ഓക്കെ, പേഴ്സണലി എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല. BJPയുടെ ഈ ചെങ്ങായി ഒരു വാർത്താ സമ്മേളനത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരുത്തി, രാഹുൽ മാങ്കൂട്ടം ഒട്ടകപ്പുറത്ത് പോയാൽ എന്ന് ഗോപാലകൃഷ്ണനോട് പറഞ്ഞ സമയത്ത് തിരിച്ചൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. നിങ്ങളെ കോഴിയുടെ കാര്യം പറയാം. കോഴിയെ കുറിച്ച് പറയാത്തറിയോ? കോഴി രാഹുൽ കോഴിയുടെ കാര്യം പറയാം. കോഴിയെ കുറിച്ച് പറയാത്തറിയോ? കോഴി രാഹുൽ അണ്ണാക്കിന് പിരിവിട്ടത് കേട്ടിട്ടുണ്ടോ? അതാണ് ആ ഇരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്. അന്ന് മനസ്സിലായില്ല സാർ, ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായോ? BJPയുടെ കയ്യിലും ഒരടിക്കുള്ള വകുപ്പുണ്ട് ഇവനെതിരെ, ഒന്നല്ല 10 അടിക്കുള്ള വകുപ്പുണ്ട്. അതായിട്ട് അവർ വരും, മനസ്സിലായില്ലേ? ഒട്ടകം എന്ന് വിളിച്ച് ചെന്നതാ, കോഴിന്ന് തിരിച്ച് അടി കിട്ടിയപ്പോൾ ബ്ലങ് പറഞ്ഞിരിക്കുന്നുണ്ട്. മൂപ്പരെ വിചാരം ഇത് ആരും അറിയുന്നില്ല എന്നാണ്. അന്ന് മലയാളികൾ മനസ്സിലാക്കണ്ടേ. ഇനി അന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്തൊരു ഐറ്റം ഞാൻ വെച്ച് തരാം. ചിന്താ ജെറോമിനെ കയറി പ്രപ്പോസ് ചെയ്തൊരു സീനിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ. ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോൾ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. അതറിയില്ല നിങ്ങൾക്ക്? ആ കഥയുണ്ടോ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുൽ അല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണല്ലോ. അതെ, രാഹുൽ ആദ്യമായി വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. എന്റെ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും രാഹുലേ, അതന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്? അതിനകത്ത് ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത, ചിന്ത ആർക്കും ഇഷ്ടം. എനിക്ക് വയ്യ. അതിനകത്ത് ഈ നമ്മൾ ഈ ട്രോള്, ഇപ്പൊ ഈ നമ്മുടെ ഈ ICU ട്രോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറേ വർഷമായി. അപ്പം 2016 തോന്നുന്നു, 17 ചിന്ത ഓർത്ത് വെച്ചേക്കാം. പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന കാര്യം, എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് ഏതൊരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം, എവിടത്തെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു പ്രസംഗം. ഞാൻ തുറന്നു പറയട്ടെ ആ സംഭവം. അത് ചിന്ത എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ചിന്ത അറിയാതെ ചിന്തയുടെ ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞേ. ചിന്തയുടെ വീട്ടുകാരൊപ്പിച്ചു. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞേ. ചിന്തയുടെ വീട്ടുകാരോന്ന് തന്നെയാ ഞാനും പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ്. പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട് അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല. അപ്പൊ പിന്നെ വലിയ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. കേട്ടല്ലോ, ചിന്താ ജെറോമിനെ പ്രപ്പോസ് ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചിന്താ ജെറോമിൻ ചോദ്യം ചോദിച്ചതിൻ്റെ ഇടയിൽ അവൻ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇല്ല ഒന്നും പറയാനില്ല സാറിന്. സാർ അങ്ങനെയാണ്, മനസ്സിലായോ? കോലുമ തുണി ചുറ്റിയ എവിടെയും സാർ അപ്രോച്ച് ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ വെളുപ്പിക്കാൻ ഇറങ്ങുന്ന രാഹുൽ ഈശ്വറൊക്കെ ഡേഞ്ചറാണ് മക്കളെ. വേറെ പല കാര്യത്തിലും അങ്ങനെ പറയുന്ന കാര്യങ്ങളോടൊക്കെ എനിക്ക് ഒരു യോജിപ്പുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അയാളുടെ സെലക്ഷൻ അല്ല, അയാൾ ഈ സെലക്റ്റീവ് ഓൺ ദിസ്. ഒരു അജണ്ട ഉണ്ട് അവിടെ. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ടാക്കുക, ഒപ്പം ഞാനും നിൽക്കുക. എനിക്ക് ഒരു വിഷയമുള്ള കേസല്ല, എനിക്കും ഞാനും പറയുന്നതല്ല എപ്പോഴും ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആൾ വേണമെന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനത്തെ ആണുങ്ങൾക്ക് വേണ്ടി ആവരുത് ഒരിക്കലും രാഹുൽ ഈശ്വർ. ഇങ്ങനെയൊക്കെ താൻ വർത്താനം പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ ഐ ഫീൽ ലൈക്ക് അയ്യോ എന്ത് നായയാൾ പറയുന്നത്, ഇതാണ് തോന്നുന്നത്. സീരിയസ്ലി ഇതാണ് തോന്നുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും താനൊക്കെ വന്നിരുന്ന് ഈ പുട്ടിട്ട് വെളുപ്പിക്കുന്ന ഈ മുതലുണ്ടല്ലോ,
പൊട്ടൻഷ്യൽ ഡേഞ്ചറാണ് UDF അടക്കം. ഈ ചങ്ങായി, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ലിറ്ററലി നല്ല പൊളിറ്റീഷ്യൻ ആവാം, എഡ്യൂക്കേഷൻ ഉണ്ടാവും, പൊളിറ്റിക്കൽ സെൻസ് ഉണ്ടാവും. പേഴ്സണൽ ലൈഫിൽ ഇതാണ് അയാൾ, ഇത്രയേ ഉള്ളൂ അയാൾ. ഇതിനും അപ്പുറം താന്നൊരുത്തനാണ്. അത് അറിയുന്നവരുള്ളത് കൊണ്ടും അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുള്ളത് കൊണ്ടുമാണ് ഇന്ന് ഈ കർമ്മവിന് തിരിച്ചടിക്കുന്നത്. ഇനിയും പോകെ നന്നായിട്ട് തിരിച്ചടിക്കും, അടിക്കാതിരിക്കൊന്നുമില്ല. ഓക്കെ, സോ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ ഞാൻ ഇനിയും പറയുന്നു, ഇനി ആരെങ്കിലുമൊക്കെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തിനും മടിച്ചു നിൽക്കുന്നത്? നേതാക്കന്മാരോട് പറയും, നേതൃസ്ഥാനത്തുള്ളവരോട് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ചളി പുരണ്ടിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങളതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളോട് കുറിച്ച് പറഞ്ഞാൽ പാർട്ടിക്ക് നല്ലതാ, പൊളിറ്റീഷ്യൻ എന്നുള്ളതെങ്കിൽ നിങ്ങൾക്കും നല്ലതാ. മനസ്സിലായോ? പിന്നെ ഇവനൊരു സീനുണ്ട്, ഇവ എല്ലാവരും എല്ലാം വിളിച്ച് പറയുന്ന ഒരുത്തനായതുകൊണ്ട് പലരുടെയും പലതും കാണും. മനസ്സിലായില്ലേ? എപ്പോൾ ആണേ അതും പുറത്ത് വരാം. അപ്പം പിന്നെ ഈ പറഞ്ഞു പിടിച്ചേക്കില്ല, രാഹുൽ ഈശ്വറിനും പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. എൻ്റെ പൊന്നെ, ഇത് ഇങ്ങനെ ഒരു ഇനി ഇവനെ വെളുപ്പിക്കാൻ ഇറങ്ങുന്നവരൊരു അവസ്ഥയെ. രാഹുൽ ഈശ്വർ ആർമി ഉണ്ടാക്കിയില്ല, ഇത് മറ്റേ ബിഗ് ബോസ് പോകുമ്പോൾ PR വെച്ച് മറ്റേ സാധനം അടിക്കുന്ന പോലെയാണിത്. അല്ലെ, ബിഗ് ബോസിനേക്കാൾ വലിയ PR ആണല്ലോ രാഷ്ട്രീയം എന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ബോക്സൊക്കെ എന്തായാലും രാഹുൽ ആർമി തൂക്കും, അതെനിക്ക് ഉറപ്പായി. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിനും കാണാം എൻ്റെ തന്തയ്ക്കും എന്നുള്ളക്കും തെറിവിളിയൊക്കെ. ഹൂ കെയർസ്?